നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1-ന്റെ അകത്തിലെ 3-ാമത്തെ എപ്പിസോഡാണ്. സോ ഇതിന് മുമ്പത്തെ 2 എപ്പിസോഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേ ലിസ്റ്റിലേക്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ ജസ്റ്റ് ഇത് പോയി ചെക്ക് ചെയ്ത് നോക്കുക. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തന്നേക്കുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 50 ലൈക്കാണ്. സോ 50 ലൈക്ക് എപ്പോൾ ആകുന്നു അന്നേരം നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. സോ ഈ എപ്പിസോഡ് തുടക്കുന്നതിനെ കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഒറിഹിമയുടെ ബ്രദറാണ് ആ ഹോളോ എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയായിരിക്കും ആ ഹോളോ എന്നെ ആക്രമിക്കുന്നതെന്ന് നമ്മുടെ ഇച്ചിഗോ റൂക്കിയോട് ചോദിക്കുന്നു. റൂക്കി പറയുകയാണ്, അതെനിക്കറിയില്ല. എല്ലാ ഹോളോസും ഒരു തവണ മനുഷ്യരായിരുന്നു. പക, റിഗ്രറ്റ് എല്ലാം കാരണമാണ് അവർ ഒരു ഹോളോ ആയി മാറുന്നത്. നീ എന്താണ് പറഞ്ഞു വരുന്നത്? എനിക്കൊരിക്കലും ഒറിഹിമയുടെ ബ്രദറിനെ കൊല്ലാൻ സാധിക്കത്തില്ലെന്ന് നമ്മുടെ ഇച്ചിഗോ പറയുന്നു. അതേസമയം തന്നെ നമ്മുടെ റൂക്കി പറയുകയാണ്, നീ ഇപ്പോൾ ആ ഹോളോനെ കൊന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഹോളോ തിരിച്ചു വന്ന് നിന്നെ ആക്രമിക്കും. ചിലപ്പോൾ നിന്നെ മാത്രമല്ലായിരിക്കും, നിന്റെ ഫാമിലിനെ ആക്രമിക്കും. ആ ഒറിഹിമി എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി എന്നെ ആക്രമിക്കും. അതുകൊണ്ട് തന്നെ നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നമ്മുടെ കയ്യിൽ ഒരുപാടധികം സമയമൊന്നുമില്ല. ആ പെൺകുട്ടി അപകടത്തിലാണ് എന്ന് നമ്മുടെ റൂക്കി ഇച്ചിഗോയോട് പറയുന്നു. സോ ഗൈസ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഒറിഹിമിനെയും അതുപോലെ തന്നെ തട്സുക്കിനെയാണ്. അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. സോ ആ ശബ്ദം എന്തുവാണ് നോക്കാൻ വേണ്ടി അവർ രണ്ടുപേരും അവിടെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ തട്സുക്കിനെ ആ ഹോളോ ആക്രമിച്ച് തറയിലിട്ടിരിക്കുന്നു. നമ്മുടെ തട്സുക്യു വളരെയധികം പേടിച്ചിരിക്കുകയാണ്. തട്സുക്കിയുടെ മണ്ടയിലോട്ട് ആ ഹോളോ വന്ന് കിടക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഒറിഹിമിക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. നമ്മുടെ ഒറിഹിമയുടെ ദേഹത്ത് എന്തോ ഒരു ടൈപ്പ് ചെയിൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയിൻ എന്തുവാണ്, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ശ്വസിക്കാൻ പറ്റാത്തതെന്ന് നമ്മുടെ ഒറിഹിമി ചിന്തിച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ ഒറിഹിമിനെ ആണെങ്കിൽ ഒരു സോളായിട്ട് ആ ഹോളോ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ്. സമയം തന്നെ ആ ഹോളോ തട്സുക്കിനെ ആക്രമിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ തട്സുക്കിനെ രക്ഷിക്കാൻ വേണ്ടി ഒറിഹിമി അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. ഇതേ സമയം തന്നെ ആ ഹോളോ പറയുകയാണ്, അവക്ക് നീ പറയുന്നതൊന്നും കേൾക്കത്തുമില്ല, അതുപോലെ തന്നെ നിന്നെ കാണത്തുമില്ല എന്ന് ആ ഹോളോ ഒറിഹിമിയോട് പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഒറിഹിമി അവനോട് ചോദിക്കുകയാണ്, നിനക്കെങ്ങനെ എൻ്റെ പേരറിയാം? ഇതേ സമയം തന്നെ ആ ഹോളോ പറയുകയാണ്, നിനക്കെന്നെ മനസ്സിലായില്ല, നീ എന്നെ മറന്നോ, നിനക്കെൻ്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഇച്ചിഗോയും അതുപോലെ തന്നെ റൂക്കിയും നമ്മുടെ ഒറിഹിമിയുള്ള സ്ഥലത്തോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ റൂക്കിയോട് ചോദിക്കുകയാണ്, എന്തിനായിരിക്കും ആ ഹോളോ അവൻ്റെ തന്നെ ഫാമിലിനെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇതേ സമയം തന്നെ റൂക്കി പറയുകയാണ്, അവനൊരു ഹോളോ ആകുന്ന സമയത്ത് അവൻ്റെ ഹാർട്ടും അതുപോലെ തന്നെ അവൻ്റെ മൈൻഡും അവന് ലോസ് ആയി കാണും. അതുകൊണ്ടായിരിക്കും അവൻ അവൻ്റെ തന്നെ ഫാമിലിനെ ആക്രമിക്കാൻ വേണ്ടി പോകും. ഒറിഹിമി തന്നെ മറന്നുപോയെന്ന് വിചാരിച്ച് വിഷമം വന്ന ഹോളോ ആണെങ്കിൽ ഒറിഹിമിനെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ പെട്ടെന്ന് വന്ന് ഇച്ചിഗോ ഒറിഹിമിനെ രക്ഷിക്കുന്നു. സോ ഇതേ സമയം തന്നെ ആ ഹോളോ ആണെങ്കിൽ വളരെയധികം പേടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഒറിഹിമിക്ക് ഇച്ചിഗോനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ഇച്ചിഗോ വളരെയധികം കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. എൻ്റെ സോൾ സ്പിരിറ്റ് ഫോം ആണെങ്കിൽ ഒരു നോർമൽ ഹ്യൂമന് കാണാൻ സാധിക്കത്തില്ല, പിന്നെ നിനക്ക് എങ്ങനെ കാണാൻ സാധിക്കുന്നു എന്ന് ഇച്ചിഗോ ആലോചിക്കുന്നു. ഇതേ സമയം തന്നെ ഒറിഹിമിനെ നോക്കുന്ന സമയത്ത് അവളുടെ ദേഹത്ത് ഒരു ടൈപ്പ് ഓഫ് ചെയിൻ കണക്ട് ചെയ്തിട്ടുണ്ട് അവളുടെ ബോഡിയായിട്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് മനസ്സിലാക്കുന്നു അവളൊരു സ്പിരിറ്റ് ആയെന്ന്. ഇതേ സമയം തന്നെ പോയ ഹോളോ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, അവളൊരു സ്പിരിറ്റാണ്, അതുമാത്രമല്ല ഒറിഹിമി ഇപ്പം മരിച്ചിരിക്കുന്നു. ഇതേ സമയം തന്നെ ആ ഹോളോ നമ്മുടെ ഇച്ചിഗോനെ ആക്രമിച്ചിട്ട് ഒറിഹിമിനെ പിടിക്കുന്നു. ആ ഹോളോ ഒറിഹിമിയോട് ചോദിക്കുകയാണ്, നീ എന്നെ മറന്നുപോയോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ ആരാണെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ ഒറിഹിമിക്ക് മനസ്സിലാവുകയാണ് അത് അവൻ്റെ ചേട്ടനാണെന്ന്. നീ ശരിക്കും എൻ്റെ ചേട്ടനാണോ എന്ന് നമ്മുടെ ഒറിഹിമി ആ ഹോളോനോട് ചോദിക്കുന്നു. ആ ഹോളോ പറയുകയാണ് ഇതേ സമയത്ത് തന്നെ ആ ഹോളോ പറയുകയാണ്, പണ്ട് നീ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നീ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയമാണെങ്കിലും നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നിനക്ക് ഒരുപാടധികം ഫ്രണ്ട്സ് കിട്ടി, നീ സ്കൂളിൽ പോയി, അന്നേരമെല്ലാം എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന കാര്യം നീ നല്ല രീതിയിൽ തന്നെ മറന്നു. നീ ചെറുതായിട്ട് പോലും എന്നെ ആലോചിക്കുന്നുമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുമില്ല. ഒറിഹിമി, എനിക്കത് നല്ല രീതിയിൽ തന്നെ വിഷമമായി. ഇതേ സമയം തന്നെ ആ ഹോളോ പറയുകയാണ്, ഞാൻ ആ സോൾ റിപ്പറിനെ എത്രയും വേഗം തന്നെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഇത് കേട്ട് നമ്മുടെ ഒറിഹിമി പറയുകയാണ്, വേണ്ട. ഇത് കേട്ട് ദേഷ്യം വന്ന നമ്മുടെ ഹോളോ ആണെങ്കിൽ ആ ഒറിഹിമിനെ ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഇച്ചിഗോ വന്നിട്ട് ഒറിഹിമിനെ രക്ഷിക്കുന്നു. എന്നിട്ട് ആ ഹോളോനോട് പറയുകയാണ്, ഒരു ചേട്ടൻ്റെ ചുമതലയെന്ന് പറയുന്നത് സ്വന്തം സിസ്റ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ്. എന്നാൽ നീ നിൻ്റെ സ്വന്തം സിസ്റ്ററിനെ തന്നെ നീ ആക്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും
ഒരു നല്ല ബിഗ് ബ്രദർ അല്ല. പണ്ട് ഞങ്ങളുടെ പേരൻസ് ഞങ്ങളെ ഉപേക്ഷിച്ചതിന് ശേഷം ഞാനാണ് അവളെ നോക്കിയത്. ഒരച്ഛനെ പോലായിരുന്നു ഞാൻ അവളെ നോക്കിയത്. ഒറിഹിമിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ദേഷ്യം എന്ന ആ ഹോളോ ഇച്ചിഗോനെ ആക്രമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഒറിഹിമി വന്നിട്ട് ആ ഹോളോനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഐ ആം സോറി ബിഗ് ബ്രദർ, ഇതെല്ലാം ചെയ്തത് ഞാനാണ്, ഇതിനെല്ലാം തെറ്റ് ചെയ്തത്. ഞാൻ ചേട്ടൻ പണ്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകല്ലേ, എന്നെ വിടല്ലേ എന്ന് പറഞ്ഞ് കിടന്ന് കരുതോടല്ലേ ചേട്ടനൊന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാഞ്ഞത്. ഞാൻ ചേട്ടൻ്റെ പ്രസൻസ് ഇതിനു മുമ്പ് തന്നെ എനിക്ക് കിട്ടിയതാണ്. നേരത്തെ എന്നെ ആക്സിഡൻ്റ് ആകാൻ പോകുന്ന സമയത്ത് എന്നെ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ചേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ ചേട്ടാ, എനിക്ക് ചേട്ടനെ കാണിച്ചു തരണമായിരുന്നു ഞാൻ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുവാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട്സിനോട് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നതെല്ലാം ഞാൻ ചേട്ടന് കാണിച്ചത്. പക്ഷേ എൻ്റെ ചേട്ടൻ അത് ഒന്നും കൂടെ വളരെയധികം വിഷമം വരുത്തുകയാണെന്ന് എനിക്കത് മനസ്സിലായില്ല. ഇവിടെ തെറ്റ് മൊത്തം ഞാനാണ് ചെയ്തത് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒറിഹിമി ആ ചേട്ടനോട് സോറി ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഹോളോൻ്റെ കയ്യിൽ നിന്ന് ആ സ്പിരിറ്റ് രക്ഷപ്പെടുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ ഇച്ചിഗോ റൂക്കിയോട് ചോദിക്കുന്നു. ആ ഹോളോൻ്റെ അകത്തുനിന്ന് ആ സ്പിരിറ്റ് ഫൈറ്റ് ചെയ്യുകയാണെന്ന് നമ്മുടെ റൂക്കി ഇച്ചിഗോയോട് പറയുന്നു. അവൻ സ്വന്തമായിട്ട് ഒരു ഹോളോ ആയതല്ല, അവനെ ഫോഴ്സ് ചെയ്തിട്ടായിരിക്കും അവനെ ഹോളോ ആക്കിയതെന്ന് നമ്മുടെ റൂക്കി ഇച്ചിഗോയോട് പറയുന്നു. സംഭവം ഞാൻ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ ഒറിഹിമിന്റെ ബ്രദറിനെ കുറെ ഹോളോസും കൂടെ ഫോഴ്സ് ചെയ്തിട്ടാണ് അവനെ ഹോളോ ആക്കി മാറ്റിയത്. സംഭവം അത്രേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഒറിഹിമിയുടെ ബ്രദർ നമ്മുടെ ആ ഹോളോന്റെ അകത്ത് നിന്നിട്ട് നമ്മളെ ഹോളോനെ ഫൈറ്റ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഇതേ സമയം തന്നെ ഒറിഹിമിയുടെ ബ്രദർ ആ ഹോളോന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഒറിഹിമിന്ന് അവൻ വിളിക്കുകയാണ്. അന്നേരം തന്നെ നമ്മുടെ ഒറിഹിമിയുടെ ബോധവും പോകുന്നു. നമ്മുടെ ഇച്ചിഗോയും റൂക്കി എല്ലാം കൂടെ ഒറിഹിമിയുടെ അടുത്തോട്ട് ചെല്ലുന്നു. എന്നിട്ട് നമ്മുടെ റൂക്കി ആണെങ്കിൽ ഒറിഹിമിനെ ട്രീറ്റ് ചെയ്യുന്നു. ഒറിഹിമിയുടെ ബ്രദർ പറയുകയാണ്, അവളുടെ തലമുടിയിലുള്ള പിന്നുണ്ടല്ലോ, പണ്ട് അവൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അവൾക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുത്തതാണ്. അവൾ അന്ന് പറഞ്ഞായിരുന്നു, ഞാൻ ഈ പിന്നെ എപ്പോഴും എൻ്റെ ബ്രദറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവൾ തലയിൽ അണിയുമെന്ന്. അവൾ ഇതുവരെ അത് തെറ്റിച്ചിട്ടില്ല. ഇതേ സമയം തന്നെ നമ്മുടെ ഒറിഹിമയുടെ ബ്രദർ സ്വയമായിട്ട് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി ഇച്ചിഗോൻ്റെ വാൾ എടുക്കുന്നു. ഞാനിങ്ങനെ ഒരു മോൺസ്റ്ററായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ അത് തടുക്കാൻ വേണ്ടി പോകുന്നു. റൂക്കി പറയുകയാണ്, അത് തന്നെയാണ് ഒരു നല്ല ഡിസിഷൻ. നമ്മൾ ശരിക്കും ആ ഹോളോനെ കൊല്ലുകയല്ലല്ലോ, ആ ഹോളോനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി സോൾ സൊസൈറ്റിയിലേക്ക് അയക്കുകയാണ്. അതാണ് കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് നമ്മുടെ റൂക്കി ഇച്ചിഗോയോട് പറയുന്നു. ബോധം പോയ ഒറിഹിമി എഴുന്നേറ്റിട്ട് ഹാവ് എ ഗുഡ് ഡേ ബ്രദർ എന്ന് പറയുന്നു. ഇതേ സമയം തന്നെ ഒറിഹിമിയുടെ ബ്രദർ അവിടെ നിന്ന് മാഞ്ഞു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. കൂട്ടുകാരോട് ഇരുന്നിട്ട് നമ്മുടെ ഒറിഹിമി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഒറിഹിമി പറയുന്നുണ്ട്, ഇന്നലെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ സുമോ ചാമ്പ്യനായിട്ടുള്ള ഒരു ഗുസ്തിക്കാരൻ വന്നിട്ട് എൻ്റെ വീട്ടിലെ ഭിത്തിയും ഡോറും എല്ലാം അടിച്ച് നശിപ്പിച്ച് തരിപ്പണമാക്കിയെന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഒറിഹിമയുടെ കൂട്ടുകാർ വിശ്വസിക്കുന്ന പോലും ഇല്ല. ഇതൊക്കെ കേട്ടുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഇച്ചിഗോയും അതുപോലെ തന്നെ റൂക്കിയും നിപ്പുണ്ട്. ഇതിനുള്ള കാരണം എന്തുവാന്ന് ഞാൻ പറയണ്ടായല്ലോ. നമ്മുടെ റൂക്കി ആണെങ്കിൽ ഒറിഹിമിൻ്റെ മെമ്മറീസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇച്ചിഗോയുടെ വീട്ടുകാരോട് ചെയ്ത സംഭവം തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോ റൂക്കിയോടൊരു കാര്യം പറയുന്നതാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, ഇനിയും തൊട്ട് നിൻ്റെ സോൾ റിപ്പറിന് വേണ്ടിയുള്ള പണികളെല്ലാം ചെയ്യാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുകയാണ്. സോ ഗൈസ്, അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഗൈസ്, അടുത്ത എപ്പിസോഡ് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ. പെട്ടെന്ന് തന്നെ 50 ലൈക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും പീസ്.